ടിക്കറ്റ് പ്രൈസ് എങ്ങനെയാണ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. സ്കൊനെ റീജിയണിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്കൊനെ ട്രാഫിക്കൻ. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ അതിലെങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അതിൽ താഴെ രണ്ടാമത്തെ ഓപ്ഷൻസ് ടിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ 3 ഓപ്ഷനാണുള്ളത്: സെലക്ട് സിറ്റി സോൺ, സെലക്ട് എൻറ്റയർ സ്കനിയ, സെലക്ട് സ്റ്റോപ്സ്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് സ്കൊനേൻ്റെ അണ്ടറിൽ വരുന്ന സിറ്റീസാണ്. അതിലിപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് മാൽമോ റീജിയണിലായതുകൊണ്ട് തന്നെ മാൽമോ സിറ്റിയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സോ അടുത്ത പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു സി സോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യാം. അതിൻ്റെ ബോർഡറാണ് കാണുന്നത്. ഈ ഒരു ബോർഡറിൻ്റെ അകത്ത് വരുന്ന ഏത് സിറ്റീസിലും ഏത് പബ്ലിക് ട്രാൻസ്പോർട്ടും നമുക്ക് ഈ ഒരു ടിക്കറ്റ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതിൽ 4 ഓപ്ഷൻസ് ടിക്കറ്റാണുള്ളത്. സിംഗിൾ ടിക്കറ്റ് ജസ്റ്റ് ഒരു 1 hour വാലിഡിറ്റി ഉള്ള ടിക്കറ്റാണ്. പിന്നെ 24 hour ടിക്കറ്റ് വരുന്നുണ്ട്. നമുക്ക് 1 day ട്രാവൽ ചെയ്യാൻ ആ ഒരു ടിക്കറ്റ് മതിയാവും. പിന്നെ 30 days മോസ്റ്റ്ലി സ്റ്റുഡൻസും അതുപോലെ തന്നെ ഡെയിലി ജോലിക്കൊക്കെ പോയി വരുന്ന ആൾക്കാരൊക്കെ പ്രിഫർ ചെയ്യുന്നതാണ് 30 days ടിക്കറ്റ്. 1 month പാസ് എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ. പിന്നെ ഫ്ലെക്സിബിൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് 10 ഫുൾ ഡേ ടിക്കറ്റ് ആയിരിക്കും. നമുക്ക് വിത്തിൻ 30 daysൻ്റെ ഉള്ളിലുള്ള ഏത് 10 ദിവസം വേണമെങ്കിലും അത് യൂസ് ചെയ്യാം. സോ നമുക്ക് സിംഗിൾ ടിക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സിംഗിൾ ടിക്കറ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആയി വരിക. അതിലും 4 ഓപ്ഷൻ വരുന്നുണ്ട്: അഡൾട്ട്, യൂത്ത്, സ്റ്റുഡൻറ്റ്, സീനിയർ. സീനിയർ എന്ന് പറയുമ്പോൾ ഒരു 70 വയസ്സിന് മേലുള്ള ആൾക്കാർ. യൂത്ത് എന്ന് പറയുമ്പോൾ 7 to 19 years, 19 വയസ്സ് വരെയുള്ള ആൾക്കാർ. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാവും. അതിൽ നമുക്ക് ജസ്റ്റ് ഫെയർ ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു അഡൾട്ടിനാണെങ്കിൽ 31 സ്വീഡിഷ് ക്രോണയാണ് ഈ ഒരു സിറ്റി സോണിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി വരുന്ന ചാർജ്. സിംഗിൾ ടിക്കറ്റാണ്, 1 hour വാലിഡിറ്റി. യൂത്തിനാകുമ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റുഡൻറ്റ് റേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻസിന് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് സ്റ്റുഡൻറ്റ് പാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ID അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ആപ്പ് ത്രൂ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ സീനിയർ ഓപ്ഷൻ. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് ടിക്കറ്റ് അല്ലെങ്കിൽ 4 ടിക്കറ്റ് ഓപ്ഷൻസാണ്, 4 കാറ്റഗറി ഓഫ് ടിക്കറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നമുക്ക് സിംഗിൾ ടിക്കറ്റ് ആണെങ്കിലും 24 hour ടിക്കറ്റ് ആണെങ്കിലും 30 days ആണെങ്കിലും ഒക്കെ എങ്ങനെയാണ് അഡൽട്ട്, യൂത്ത്, സ്റ്റുഡൻറ്റ്, സീനിയർ ഈ ഓപ്ഷൻസ് ആണ് വരിക. അടുത്തത് എൻറ്റയർ സ്കനിയ റീജിയണിൽ ട്രാവൽ ചെയ്യാൻ. അതായത് ഈ ഒരു സ്കനിയ റീജിയണിൽ ഏത് സിറ്റീസിലേക്കും ആക്സസ് കിട്ടുന്ന ടിക്കറ്റ്. അതും ഇതുപോലെ തന്നെ നമുക്ക് സോണ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് എൻറ്റയർ സ്കൊനെ റീജിയൻ ആണ്. ഇതിൻ്റെ അകത്തുള്ള ഏത് പബ്ലിക് ട്രാൻസ്പോർട്ടും ഏത് സിറ്റീസിലേക്കും നമുക്ക് ഈ ഒരു ടിക്കറ്റ് വെച്ചിട്ട് പോകാൻ പറ്റും. അതിലും ഇതുപോലെ സിംഗിൾ ടിക്കറ്റ് ഓപ്ഷൻ, 24 hour ടിക്കറ്റ് ഓപ്ഷൻ, 30 days ടിക്കറ്റ്, ഫ്ലെക്സിബിൾ, ഈ ഓപ്ഷൻസ് തന്നെയാണ് വരുന്നത്. ജസ്റ്റ് അതിൻ്റെയും കൂടെ ഫെയർ ഒന്ന് ചെക്ക് ചെയ്യാം. സിംഗിൾ ടിക്കറ്റിൻ്റെ ഫെയർ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ ഡിഫറൻസ് വരുന്നത് നമുക്ക് സിറ്റി സോണിലാകുമ്പോൾ സിംഗിൾ ടിക്കറ്റ് 1 മണിക്കൂറാണ്. ഇവിടെ വരുമ്പോൾ 180 minutes, അതായത് 3 മണിക്കൂർ അതിൻ്റെ ഡ്യൂറേഷൻ കിട്ടും, 3 മണിക്കൂർ. സോ അഡൾട്ടിന് 117 സ്വീഡിഷ് ക്രോണയാണ് വരുന്നത്. ബാക്കി കൂടെ ചെക്ക് ചെയ്യാം. ഇതിൽ തന്നെ നമ്മൾ സിറ്റി സോണിലാണെങ്കിലും എൻറ്റയർ സ്കനിയ റീജിയണിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ സ്റ്റോപ്സ് ആണെങ്കിലും ഒന്നിൽ കൂടുതൽ ടിക്കറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് 25% ഡിസ്കൗണ്ട് കിട്ടും. അതിപ്പോൾ ഒരു അഡൾട്ട്, ഒരു യൂത്ത് അല്ലെങ്കിൽ ഒരു അഡൾട്ട്, ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെ എടുത്താലും 25% ടിക്കറ്റിൽ ഡിസ്കൗണ്ട് കിട്ടും. അത് ഏത് സോണിലാണെങ്കിലും സെയിം തന്നെയാണ് വരുന്ന ഡിസ്കൗണ്ട്, 25%. ഇനി ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത് സെലക്ട് സ്റ്റോപ്സ് എന്നുള്ള ഓപ്ഷനാണ്. അതായത് നമുക്കൊരു പർട്ടിക്കുലർ സ്റ്റോപ്പ് ഇടയിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് മാൽമോ കൊടുക്കാം. മാൽമോ സെൻട്രൽ സെക്കൻഡ് ഓപ്ഷനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ഞങ്ങൾ താമസിക്കുന്ന ഏരിയ തോംസൺസ് ബാഗ് അത് കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോഴും നമുക്ക് സി സോൺ എന്നുള്ള ഓപ്ഷൻ കിട്ടും. ഈ എൻ്റെ അതായത് നമ്മൾ സിറ്റി സോൺ സെലക്ട് ചെയ്ത പോലെ തന്നെ
ഈ 2 പർട്ടിക്കുലർ സ്റ്റോപ്പ് എടുത്താലും നമുക്ക് ഇൻ ബിറ്റ്വീൻ ഈ ഒരു സിറ്റീൻ്റെ ഉള്ളിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ ഒരു സോണാണ് ബോർഡറിൽ കൊടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ 4 ഓപ്ഷനാണ്. സിംഗിൾ ടിക്കറ്റ്, 24 hour, 30 days, പിന്നെ ഫ്ലെക്സിബിൾ. ഫെയറും എനിക്ക് തോന്നുന്നു ഏകദേശം സിമിലർ തന്നെയാണ് വരുന്നത് തോന്നുന്നു. യെസ്, 31 സെക്കൻഡാണ് ഇവിടെയും വരുന്നത്. അതായത് നമ്മൾ സിറ്റി സോണിൽ എടുത്ത സെയിം ഫെയർ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി നമുക്ക് ഇതിലിപ്പോൾ സ്റ്റോപ്പ് ആഡ് ചെയ്യണം. ഇപ്പോൾ മാൽമോയിലെ 2 സ്റ്റോപ്പ് അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് അവിടുന്ന് വേറെ കണക്ഷൻ അല്ലെങ്കിൽ വേറെ സിറ്റിയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അടുത്തതും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ലുണ്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സോണ് കുറച്ചുകൂടെ വൈഡായിട്ട് വരും. അതുപോലെ തന്നെ അതിൻ്റെ ഫെയറിലും ചേഞ്ച് ഉണ്ടാവും. നേരത്തെ 31 സെക്കായിരുന്നു, ഇപ്പോൾ 58 സെക്കായി. പക്ഷേ ആ ബോർഡറിൻ്റെ ഉള്ളിൽ വരുന്ന ഏത് സിറ്റീസിലേക്കും ഏത് പബ്ലിക് ട്രാൻസ്പോർട്ടും നമുക്ക് ഈ ഒരു ടിക്കറ്റ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിലും സെയിം 4 ഓപ്ഷൻ, 4 ടിക്കറ്റ് ടൈപ്പ്, അതുപോലെ തന്നെ നമുക്ക് 4 ടൈപ്പ് കാറ്റഗറി, 24 hour, പിന്നെ അതുപോലെ തന്നെ സിംഗിൾ ടിക്കറ്റ്, അങ്ങനത്തെ ഓപ്ഷൻസ് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ആപ്പിൽ തന്നെ നമുക്ക് ബസ് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതിൽ ഈ സെർച്ച് ജേണി എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് മാൽമോ സിറ്റി ടു ലുണ്ട് സിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ബസ് എപ്പോഴാണ്, അതുപോലെ തന്നെ നെക്സ്റ്റ് ട്രെയിൻ എപ്പോഴാണെന്നുള്ള ഓപ്ഷൻസൊക്കെ കിട്ടും. ഇതിലിപ്പോൾ ട്രെയിനാണ് കാണിക്കുന്നത്. ഈ ഫിൽറ്റേഴ്സിൽ നമുക്ക് ബസ്, ട്രെയിൻസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റും. അതായത് ബസ്സിൻ്റെയും ട്രെയിനിൻ്റെ ഒക്കെ ടൈം നമുക്ക് ട്രാക്ക് ചെയ്യാം. ഇപ്പോൾ ലുണ്ടെന്ന് ആക്ച്വലി മാൽമോന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള ബസ്സൊന്ന് സെർച്ച് ചെയ്യാം. ഞങ്ങൾ താമസിക്കുന്നത് തോംസൺസ് വേഗിലാണ്. അപ്പോൾ മാൽമോന്ന് തോംസൺസ് വേഗിലേക്ക് പോകാനുള്ള അടുത്ത ബസ് സിറ്റി ബസ് 5 ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് 35 ആണ് ഏറ്റവും അടുത്ത് വരുന്നത്. അപ്പോൾ സിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് 5 ബസ്സിന് വന്നു കഴിഞ്ഞാൽ കണക്ഷന് അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി 35 കയറാം. ഇതുപോലെ നമുക്ക് കാണിക്കും മാൽമോന്ന് ഏത് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടാണ് ബസ് മാറിക്കയറേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. ഇതിലും നമുക്ക് സെലക്ട് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഓപ്ഷൻസ് കിട്ടും. ഇനി ബസ് സെർച്ച് ചെയ്യാൻ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. നേരെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാപ്പിലും അറിയാൻ പറ്റും. മാപ്സിൽ ഇതുപോലെ ഇപ്പോൾ മാൽമോയിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ മാൽമോ സെൻട്രൽ സ്റ്റേഷൻ കൊടുക്കുക, ഡയറക്ഷൻസ് കൊടുക്കുക, ഈ ബസ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 31 മിനിറ്റിൽ 5-ാം നമ്പർ ബസ്സുണ്ട്, 40 മിനിറ്റ് കഴിഞ്ഞാൽ 35 ബസ്സുണ്ട്. അങ്ങനെ നമുക്ക് മാപ്പിലും ഈ ഒരു നെക്സ്റ്റ് ബസ് എപ്പോഴാണ് അല്ലെങ്കിൽ ഏത് നമ്പർ ബസ്സാണെന്നുള്ളത് മാപ്പിലും നമുക്ക് നോക്കാൻ പറ്റും. സോ ഇത്രയും സിമ്പിളാണ് ഇവിടുത്തെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ട്രാൻസ്പോർട്ടേഷനും ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ബസ് ട്രാക്ക് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്, സിറ്റി ബസ് കാര്യങ്ങളൊക്കെ. ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് പേയ്മെൻറ്റ്സ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആക്റ്റീവ് ആക്കാനുള്ളൊരു ഓപ്ഷൻ വരും. ഇപ്പോൾ ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും കയറുന്നതിന് മുന്നേ ടിക്കറ്റ് ആക്ടിവേറ്റ് ചെയ്താലാണ് നമുക്കത് സ്കാൻ ചെയ്യാൻ പറ്റുക. സോ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. താങ്ക് യു.